ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ഇരുസഭകളിലും ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതിനായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീ റിജിജു വ്യക്തമാക്കി. എന്നാൽ പ്രതിഷേധം വീണ്ടും തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭ്യർത്ഥിച്ചു. എല്ലാ വിഷയങ്ങളിലും ചർച്ച നടത്താൻ സർക്കാർ പൂർണ്ണമായും സന്നദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടു. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. പി.കെ. കാളൻ ഭവന പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നതായ മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി. പുന്നപ്ര, മാരാരിക്കുളം, മണ്ണഞ്ചേരി, ആര്യാട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെയും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പി.എസ്. പ്രശാന്തിനെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125 അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലീന ബോർഗഹെയ്ൻ എന്നിവരാണ് നയിക്കുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. സിംബാബ്വെക്കെതിരായ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 126 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 13.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. പരമ്പരയിലെ രണ്ടാം മത്സരം ശനിയാഴ്ചയും മൂന്നാം മത്സരം ഞായറാഴ്ചയും നടക്കും. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് ഓയിൽ 6.8% ഉയർന്ന് $100 WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ കൂടുതൽ ആക്രമണം നടത്തിയാൽ ഇറാനായിരിക്കും ഉത്തരവാദിത്വമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 സൗദി അറേബ്യൻ കപ്പലുകൾക്ക് നേരെ ഇന്നലെ ഹൂതികൾ ആക്രമണം നടത്തിയത് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 70 പേർ കൂടി അറസ്റ്റിലായി. 68 കേസ് രജിസ്റ്റർ ചെയ്തു. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 7,771 ആയി. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-നും 10-നും പിങ്ക് ബസ് സർവീസ് നടത്തും. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.